ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു കിടിലം മീനച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലോ. അച്ചാറിന് വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ചൂരമീനാണ് കേട്ടോ. അപ്പോൾ ഒരു 250 ഗ്രാം ചൂരമീൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. കുറഞ്ഞതൊരു 30 മിനിറ്റെങ്കിലും നമ്മൾ ഈ ഫിഷിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷം നമുക്ക് അച്ചാറിട്ട് തുടങ്ങാം കേട്ടോ. അതിനു വേണ്ടി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നല്ലെണ്ണ നല്ലെണ്ണയിൽ വേണം അച്ചാറിടാൻ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് അത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ആ എണ്ണ തണുപ്പ് കാരണം പൂത്തുവാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ നല്ലെണ്ണയാണെങ്കിൽ ആ ഒരു പ്രശ്നമേ വരില്ല. നല്ലെണ്ണയിൽ ഇടുന്ന മീൻ അച്ചാറിനാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നല്ലെണ്ണ ചൂടായ കടായിലേക്ക് ഏത് പാത്രമാണോ നമ്മൾ വെക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിനെ നമുക്ക് ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് വറുത്ത് കോരി മാറ്റാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ തിരിച്ചും മറിച്ച് ഇട്ടിട്ടല്ല ഈ മീനിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി ഇട്ടിട്ടാണ് കേട്ടോ ഈ ഫിഷിനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ഒരുപാട് കട്ടിയാവാൻ പാടില്ല ഫിഷ്. ഒരുപാട് കട്ടിയാവുമ്പോഴത്തേക്ക് മീനച്ചാറിന് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. മീൻ നന്നായിട്ട് ഫ്രൈ ആവുകയും വേണം, പക്ഷേ സോഫ്റ്റ് ആയിട്ടിരിക്കുകയും വേണം. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇത് ഇളക്കിയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് മീൻ വറുത്ത് കോരിയ സെയിം എണ്ണയിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് അരിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ ചെറുതായിട്ട് മൂത്ത് വന്ന നമ്മുടെ കൂട്ടിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ തന്നെ 1 സ്പൂൺ മഞ്ഞൾ, 1/2 സ്പൂൺ ഉലുവ, നമ്മുടെ അച്ചാറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പൊടിയുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ കൂട്ടിലേക്ക് നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ കൂടി ചേർത്ത് നന്നായി നമുക്ക് ഇളക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അച്ചാറിലേക്ക് ആവശ്യത്തിന് വിനാഗിരി കൂടി ചേർക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിനാഗിരി അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർക്കാം. പക്ഷേ ഇത് കുറച്ച് നാൾ വെക്കാനാണ്, കുറച്ച് നാൾ സൂക്ഷിച്ച് വെക്കാനാണ് കേടുവരാതെങ്കിൽ നിങ്ങൾ വിനാഗിരി മാത്രം ചേർക്കുക. വെള്ളം ഒരു തുള്ളി പോലും ചേർക്കരുത്. വെള്ളം ചേർത്താൽ വേഗം നമ്മുടെ അച്ചാർ കേടായി പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് വിനാഗിരി മാത്രം ചേർക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം ശർക്കര കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ കുറച്ച് സമയം കൂടി ഒന്ന് വെച്ചിരിക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീനച്ചാറിൻ്റെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.